നമ്മൾ പോളിമേഴ്സ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ എന്നല്ല, അപ്ലോഡ് ചെയ്യുന്നതിൽ നോട്ട്സ് എഴുതി പ്രിപ്പയർ ആക്കി അപ്ലോഡ് ചെയ്യുന്നതിൽ വന്ന ഒരു ഓർഡറിൽ വന്നൊരു മിസ്റ്റേക്കായിരുന്നു. അപ്പോൾ അത് ഓർഡറിലോട്ട് പിന്നെ അറേഞ്ച് ചെയ്യാൻ സാധിക്കാത്ത കാരണം കൊണ്ട് രണ്ടാമതൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സിൽ ABCD ഓർഡർ ക്രമത്തിലാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ C ക്ലാസിഫിക്കേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും, ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സിൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ സോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ക്ലാസിഫിക്കേഷൻ B ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. പക്ഷേ ക്ലാസിഫിക്കേഷൻ C നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പകരം ഡയറക്റ്റ് നമ്മൾ പോയത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ C എന്താണ് എന്നുള്ളതാണ്. സോ ക്ലാസിഫിക്കേഷൻ C മറ്റൊരു ഭാഗമായി നമുക്ക് ഡിസ്കസ് ചെയ്യാം, രണ്ടാമതൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ, അതായത് പോളിമറൈസേഷൻ മോഡ് അനുസരിച്ച് അല്ലെങ്കിൽ മോഡ് ഓഫ് പോളിമറൈസേഷൻ അനുസരിച്ചാണ് ക്ലാസിഫിക്കേഷൻ. പ്രധാനമായും രണ്ടെണ്ണമാണ് പഠിക്കാനുള്ളത്. ഒന്ന് അഡീഷൻ പോളിമേഴ്സും മറ്റൊന്ന് കണ്ടൻസേഷൻ പോളിമേഴ്സും. എന്താണ് അഡീഷൻ പോളിമേഴ്സ് നമുക്ക് നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് പോളിമേഴ്സ് ആർ ഫോംഡ് ബൈ ദി റിപ്പീറ്റഡ് അഡീഷൻ ഓഫ് മോണോമർ യൂണിറ്റ്സ് ഹാവിംഗ് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ എടുക്കൂ, എത്തീൻ മോളിക്യൂളാണ് വേണ്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടുള്ള മോളിക്യൂൾസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള അഡീഷനാണ്. നിങ്ങൾക്ക് അവിടെ കാണാം n ടൈംസ് ആണ്, n ടൈംസ് അഡീഷനാണ് അവിടെ അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും റിപ്പീറ്റഡ് അഡീഷൻ ഓഫ് മോണോമർ യൂണിറ്റ്സ്. ഇത്ര തന്നെ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് റിപ്പീറ്റഡ്, ഇത്ര മനസ്സിലാക്കിയാൽ മതി. റിപ്പീറ്റഡ് അഡീഷൻ ഓഫ് മോണോമർ യൂണിറ്റ്സ് ഹാവിംഗ് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട്. ഫോർ എക്സാമ്പിൾ ആണ് എത്തീൻ എടുത്തത് അല്ലേ. CH2 ഡബിൾ ബോണ്ട് CH2 ആണ് അവയുടെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റിപ്പീറ്റഡ് അഡീഷൻ ഓഫ് മോണോമർ n ടൈംസ് എന്ന് പറയുമ്പോൾ n ടൈംസ് എന്ത് ചെയ്യാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എത്തീൻ n ടൈംസ് അവിടെ അഡീഷൻ നടന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്, പോളിത്തീൻ ആണ്. നമുക്കറിയാവുന്നതാണ് അല്ലേ. എത്തീൻ മോളിക്യൂൾസിനെ പോളിമറൈസേഷൻ നടത്തുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, പോളിത്തീൻ കിട്ടുന്നത്. നമ്മൾ ക്യാരി ബാഗുകൾ കാര്യമൊക്കെ വളരെ ഡീപ്പായി തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ താഴെ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ, ഹോമോ പോളിമേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ഹോമോ പോളിമർ? അങ്ങനെ കിട്ടുന്ന പോളിത്തീൻ എന്നുള്ളതൊരു ഹോമോ പോളിമർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്താണ് ഈ ഹോമോ പോളിമർ? ഹോമോ പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്രധാനമായിട്ടും ഹോമോ പോളിമേഴ്സും അതുപോലെ തന്നെ കോ പോളിമേഴ്സും, ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് ആ ടേംസ് ഒന്ന് ഓർത്തിരുന്നുള്ളൂ, ഹോമോ പോളിമേഴ്സും അതുപോലെ തന്നെ കോ പോളിമേഴ്സും. അപ്പോൾ എന്താണ് ഹോമോ പോളിമേഴ്സ്? പോളിമേഴ്സ് ഫോംഡ് ബൈ പോളിമറൈസേഷൻ ഓഫ് വൺ ടൈപ്പ് ഓഫ് മോണോമേഴ്സ് ആർ നോൺ ആസ് ഹോമോ പോളിമേഴ്സ്. വൺ ടൈപ്പ് ഓഫ് മോണോമർ ആണ് അവിടെ റിപ്പീറ്റഡ് അഡീഷൻ നടന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഇവിടെ വൺ ടൈപ്പ് ഓഫ് മോണോമർ തന്നെയല്ലേ. n എത്തീൻ എന്ന് പറഞ്ഞാലും n ടൈംസ് റിപ്പീറ്റ് ചെയ്താലും അവിടെ കമ്പൈൻ ചെയ്ത മോണോമർ യൂണിറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, എത്തീൻ മോളിക്യൂൾ തന്നെയാണ് അല്ലേ. അപ്പോൾ വൺ മോണോമർ യൂണിറ്റ്, അപ്പോൾ നമുക്കതിനെ പറയാം ഹോമോ പോളിമർ എന്നുള്ളത്. ഈ രണ്ടാമത്തെ നോക്കൂ, രണ്ടാമത്തേത് കോ പോളിമർ ആണ്. കോ പോളിമർ എന്താ? കോ പോളിമേഴ്സ്, പോളിമേഴ്സ് ഫോംഡ് ബൈ പോളിമറൈസേഷൻ ഓഫ് 2 or more ഡിഫറെൻറ്റ് മോണോമേഴ്സ് ആർ കോൾഡ് കോ പോളിമേഴ്സ്. അവിടെ ഡിഫറെൻറ്റ് മോണോമേഴ്സാ. ഒന്ന് ഏതാണ്? ഒന്ന് 1,3-ബ്യൂട്ടാഡൈൻ, അതൊരു മോണോമറാണ്. സ്റ്റൈറിൻ, അത് മറ്റൊരു മോണോമറാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോണോമർ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്നതാണ് ഇത് കോ പോളിമേഴ്സ് എന്ന് പറയുന്നത്. കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്? ബ്യൂണ എസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിന്തറ്റിക് റബ്ബറാണ് എന്തെന്ന് പറയുന്നത്, ബ്യൂണ എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത് ഹോമോ പോളിമേഴ്സും കോ പോളിമേഴ്സുമാണ്. അതോടൊപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് അഡീഷൻ പോളിമേഴ്സ്, അതായത് റിപ്പീറ്റ് അഡീഷൻ ഓഫ് മോണോമർ യൂണിറ്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അതായത് റിപ്പീറ്റ് അഡീഷൻ ഓഫ് മോണോമർ യൂണിറ്റ്സ് നടന്ന് ഹാവിങ് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് നടന്ന് എന്ത് ചെയ്യുന്നു, പോളിമേഴ്സ് കിട്ടുന്നു. അത് ഹോമോ പോളിമേഴ്സ് ആവാം അല്ലെങ്കിൽ കോ പോളിമേഴ്സ് ആവാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇനി മറ്റൊന്ന് നോക്കാം. ഇതിൻ്റെ രണ്ടാമത്തെ സബ് ഡിവിഷനാണ് കണ്ടൻസേഷൻ പോളിമേഴ്സ്.
It is formed by a series of condensation reaction between monomer units having two or more functional groups. ഇവിടെ പറയുന്നത് ടു ഓർ മോർ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉള്ള മോണോമർ യൂണിറ്റ്സ് ആണ് കമ്പൈൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഹെക്സാമെത്തിലിൻ ഡൈഅമീൻ. ഇവിടെ NH2 ഗ്രൂപ്പാണ്, അതൊരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. രണ്ടാമത്തേത് അഡിപ്പിക് ആസിഡ് ആണ്. അഡിപ്പിക് ആസിഡിൽ നോക്കൂ, രണ്ട് സൈഡിലുമായിട്ട് COOH ഗ്രൂപ്പാണ്. അപ്പോൾ ഒന്നിലെ NH2 ഗ്രൂപ്പും രണ്ടാമത്തിലെ COOH ഗ്രൂപ്പുമാണ്. അപ്പോൾ ഇവിടെ പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, എ സീരീസ് ഓഫ് കണ്ടൻസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ മോണോമർ യൂണിറ്റ്സ് ഹാവിംഗ് ടു ഓർ മോർ functional groups. Okay. During condensation, simple molecules like water, HCl, NH3, etc. are eliminated എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ കണ്ടൻസേഷൻ റിയാക്ഷൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ ഹെക്സാമെത്തിലിൻ ഡൈഅമീൻ ഈ ഒരു മോളിക്കുലർ ഫോർമുല അല്ലെങ്കിൽ ഈ കോമ്പൗണ്ട് വിളിക്കുന്ന പേരാണ് അഡിപ്പിക് ആസിഡ് എന്ന് വിളിക്കുക. ADIPIC അഡിപ്പിക് ആസിഡ്. ഒന്നുകൂടി എഴുതി തരാം. അഡിപ്പിക് ആസിഡ് എന്നാണ് പറയുക. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ റിയാക്റ്റൻ്റ് അഡിപ്പിക് ആസിഡ് ആണ്. അഡിപ്പിക് ആസിഡും നേരത്തെ പറഞ്ഞ ഹെക്സാമെത്തിലിൻ ഡൈഅമീനും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടാണ് അവിടെ കിട്ടുന്ന നൈലോൺ 66 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടുന്നത് കേട്ടോ. കിട്ടുന്ന പ്രോഡക്റ്റും കൂടി നോട്ട് ചെയ്തോളൂ, നൈലോൺ 66. നൈലോൺ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ്സ് എ പോളിമർ. അപ്പോൾ ഇവിടെ നോക്കൂ, എന്താ ചെയ്യുന്നത്, ഇത്തരത്തിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ടു ഓർ മോർ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉള്ള മോണോമേഴ്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യും, കണ്ടൻസേഷൻ റിയാക്ഷൻ നടന്ന് അവിടെ നൈലോൺ 66 പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നു. അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നു, ഒരു പോളിമറൈസേഷൻ നടന്ന ഒരു പോളിമർ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു എന്ന് പറയാം. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ഇത്തരത്തിലുള്ള കണ്ടൻസേഷൻ റിയാക്ഷൻ സംഭവിക്കുന്നത് എന്നാണ്. അതിൽ നിന്ന് സിമ്പിൾ മോളിക്യൂളായിട്ടുള്ള വാട്ടർ, HCl, ചില കേസിൽ വാട്ടർ ആവാം, ചില കേസിൽ HCl ആവാം, ചില കേസിൽ NH3 ആവാം. ഓക്കെ, അത് റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ സിമ്പിൾ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, എലിമിനേറ്റ് ആവുന്നുണ്ട്. നമുക്ക് വാട്ടർ എലിമിനേറ്റ് ആവുന്ന റിയാക്ഷനെ പഠിക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഹെക്സാമെത്തിൽ ഡൈഅമീനും അഡിപ്പിക് ആസിഡും തമ്മിൽ കമ്പൈൻ ചെയ്ത് കണ്ടൻസേഷൻ റിയാക്ഷൻ നടന്ന് നൈലോൺ 66 ഫോം ചെയ്യുന്നതിൽ വാട്ടറാണ് നമ്മുടെ ഈ ഒരു കേസിൽ എലിമിനേറ്റ് ആവുന്നത്. ചില കേസിൽ എന്താവാം, HCl ആവാം, ചില കേസിൽ എന്താവാം, NH3 ആവാം. അപ്പോൾ വാട്ടർ എങ്ങനെയാണ് എലിമിനേറ്റ് ആവുക നമുക്ക് നോക്കാം. ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്, ഈ NH2ലെയും COOHലെയും ശ്രദ്ധിക്കുക, NH2ലെ ഒരച്ചും COOHലെ OHും തമ്മിൽ കമ്പൈൻ ചെയ്ത് വാട്ടർ മോളിക്യൂളായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും. പറഞ്ഞു മനസ്സിലായോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. NH2ലെ ഒരച്ചും COOHലെ, അതായത് അഡിപ്പിക് ആസിഡിൻ്റെ ഫങ്ഷൻ ഗ്രൂപ്പിലുള്ള COOHലെ OHും തമ്മിൽ കമ്പൈൻ ചെയ്ത് വാട്ടർ മോളിക്യൂളായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും. ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് പോകും. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ എലിമിനേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അവിടെ കിട്ടുന്ന നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് പരിശോധിച്ചത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം എന്തുകൊണ്ടാണ്, ഈ NH2, അതായത് ഈ NH2ൽ H പോയി ബാക്കി എന്താ ഉള്ളത് അവിടെ, ആ H പോയി ബാക്കി എന്താ ഉള്ളത്, H പോയി ബാക്കി അവിടെ NH മാത്രമേ ഉള്ളൂ. ഈ NH എന്ത് ചെയ്യും, COOHലെ OH പോയി ബാക്കി അവിടെ എന്തേ ഉള്ളൂ, COA ഉള്ളൂ. അപ്പോൾ ഈ NHും COയും തമ്മിൽ ബോണ്ട് ഇവിടെ വരും ഇല്ലേ? ആ ബോണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. പറഞ്ഞ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. NH2ലെ ഒരു Hും COOH എന്ന ഫങ്ഷൻ ഗ്രൂപ്പിലെ OHും തമ്മിൽ അവിടെ H2 ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. ബാക്കി NH2ലെ NHും COOHലെ ബാക്കി COയും തമ്മിലുള്ള ബോണ്ടിങ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ബാക്കി ഇവിടെയുള്ള CH2 ഹെക്സാമെത്തിലിൻ ഡൈഅമീൻ ആണല്ലേ. ഹെക്സാമെത്തിലിൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഹെക്സാമെത്തിലിൻ ഡൈഅമീൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡൈഅമീൻ എന്ന് പറയുമ്പോൾ ഇവിടെയും NH ഗ്രൂപ്പ് രണ്ട് സൈഡിലും. ഇവിടെ കാണുന്ന ഈ ചെറിയ അക്ഷരം സ്മോൾ ലെറ്റർ N എന്നുള്ളത് N ടൈംസ് റിപ്പീറ്റേഷൻ ആണ്. അതവിടെ നിൽക്കട്ടെ. ബാക്കി രണ്ട് സൈഡിലും, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഹെക്സാമെത്തിലിൻ ഡൈഅമീൻ എന്നാണ്. അപ്പോൾ രണ്ട് സൈഡിലും NH ഗ്രൂപ്പ്. ഹെക്സാമെത്തിലിൻ ഡൈഅമീൻ എന്ന് പറയുമ്പോൾ 6 ടൈം അവിടെ CH2. ഓക്കെ, അതാണ് CH2 6 ടൈംസ് എന്ന് കൊടുത്തിരിക്കുന്നത്. അതാണ് ഹെക്സാമെത്തിലിൻ ഡൈഅമീൻ എന്ന് പറയുന്നത്. അഡിപ്പിക് ആസിഡിൻ്റെ സ്ട്രക്ചറാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, 4 ടൈംസ് CH2, അവിടെ ഫങ്ഷൻ ഗ്രൂപ്പ് രണ്ട് സൈഡിലോട്ട് ഏതാണ്, COOH ആണ്. കിട്ടുന്ന പ്രോഡക്റ്റ് നൈലോൺ 66 ആണ്.
വാട്ടർ മോളിക്യൂൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ ബാക്കിയുള്ള CH2 6 ടൈംസ് CH2, അപ്പോൾ തന്നെ 4 ടൈംസ് CH2, ഇതെല്ലാം തന്നെ എന്തുണ്ട്, ഒരു മാറ്റമില്ലാതെ അവിടെ കിടക്കുന്നത് കാണാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഈ NHന് ഈ COയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഈ COH അല്ല പിന്നീട് ഇവിടെ എന്തായി മാറി, CO ആയിട്ട് മാറി. ഇവിടുത്തെ NH2 അല്ല പിന്നെ ഇവിടെ NH ആയിട്ട് മാറി. അത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്, ഈ റിയാക്ഷൻ എന്നുള്ളത് നമുക്കറിയാം, പോളിമറൈസേഷൻ ഉള്ളത് എന്താണ്, അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ലേ. കാരണം എന്തുകൊണ്ടാണ്, അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇപ്പോൾ ഈ എക്സാമെത്തിലിൻ ഡയമീൻ പരിശോധിക്കുമ്പോൾ എക്സാമെത്തിലിൻ ഡയമീൻ ഇപ്പോൾ ഞാൻ ഇവിടെ ചുരുക്കി എഴുതാണ് കേട്ടോ. ഈ H2N ഞാൻ ഇവിടെ എഴുതാണ്, ഈ H2N ഞാൻ തൽക്കാലം ഇങ്ങോട്ട് എഴുതാണ്. ഈ H2N ഇപ്പം ഈ സൈഡിൽ നിന്നും ബോണ്ടിങ് വരാം. ഓക്കെ, ഇപ്പം ഇവിടെ COOH ഗ്രൂപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലത്തെ ഈ OHും ഇതിലത്തെ ഒരു Hും കൂടി കമ്പൈൻ ചെയ്ത് അപ്പോഴും എന്തായി മാറും, H2 ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് എന്ത് പറയാം, ഈ സൈഡിൽ നിന്നും ബോണ്ടിങ് വരാം, എന്ത് ചെയ്യുക, ബോണ്ടിങ് വരാം. അതുപോലെ ഇവിടെ നിന്നും, അതുപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പറഞ്ഞ് ഇവിടെ നിന്നും ബോണ്ടിങ് വരാം. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ ഒരു NH2ന് പ്രസൻസ് വന്നാൽ ഈ NH2ലെ ഒരു Hും ഇതിലത്തെ ഒരു Hും അതുപോലെ COHലെ OHും കൂടി കമ്പൈൻ ചെയ്ത് OHും കൂടി എന്ത് ചെയ്തു, ഇവയും എന്ത് ചെയ്തു, ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോവാം. അപ്പോൾ രണ്ട് സൈഡിലും എന്ത് ചെയ്യാം, റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കാം. അപ്പം അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, ആ ബോണ്ടിങ് ആണ്, അങ്ങനെ ബോണ്ടിങ് നടക്കാം എന്നുള്ളതിൽ ബോണ്ടിങ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ ക്ലാസ്സിന് തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ N ടൈംസ് റിപ്പീറ്റേഷൻ എന്തുകൊണ്ടാണ്, കാരണം N ടൈംസ് എക്സാമെത്തിലിൻ ഡയമീനും N ടൈംസ് അഡിപ്പിക് ആസിഡുമാണ് കമ്പൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രോഡക്റ്റ് സൈഡിലും N ടൈംസ് വന്നത്. അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അഡിപ്പിക് ആസിഡ്, അതുപോലെ എക്സാമെത്തിലിൻ ഡയമീൻ ആണ് ഇവിടെ കമ്പൈൻ ചെയ്യുന്നത്. രണ്ടിൻ്റെ സ്ട്രക്ചർ ഓർത്ത് വയ്ക്കുക. ഇവിടെ വാട്ടർ മോളിക്യൂൾ എലിമിനേഷൻ ആവുന്ന കണ്ടീഷനാണ് പറഞ്ഞത്. ചില കേസിൽ HCl ആവാം, ചില കേസിൽ അത് NH3 ആവാം. ഇവിടെ N ടൈംസ് H2O എലിമിനേറ്റ് ആയി പോയി, കാരണം N ടൈംസ് അഡീഷൻ ആണ്. സോ N ടൈംസ് വാട്ടർ മോളിക്യൂൾസും എലിമിനേറ്റ് ആവാം. ഇത്തരത്തിൽ കണ്ടൻസേഷൻ പോളിമേഴ്സ് നടക്കുന്നതിന് ഉദാഹരണങ്ങളാണ് ടെറിലിൻ ബാക്ലൈറ്റ് പോലുള്ള പോളിമേഴ്സ്. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നടന്നിട്ടാണ് അവ എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. ഇനി അഡീഷണൽ പോളിമേഴ്സിന് ഉദാഹരണം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കാം. അവിടെ എന്താണ് അഡീഷൻ പോളിമേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വിനൈൽ ക്ലോറൈഡ് അണ്ടർഗോസ് അഡീഷൻ പോളിമറൈസേഷൻ ടു ഫോം പോളി വിനൈൽ ക്ലോറൈഡ്. അതായത് അഡീഷൻ പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ് PVCയുടെ മാനുഫാക്ചർ എന്ന് പറയുന്നത്. PVC നമ്മൾ എന്താ പറയുക, പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. അതായത് വിനൈൽ ക്ലോറൈഡിനെ പോളിമറൈസേഷൻ നടന്നുകൊണ്ടാണ് പോളി വിനൈൽ ക്ലോറൈഡ്. നമുക്ക് ആ പേരിൽ തന്നെ അറിയാം. ഇപ്പം നേരത്തെ നമ്മൾ മെലാമിൻ ഫോർമാൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ മെലാമിനിൽ നിന്നും ഫോർമാൽഡിഹൈഡിൽ നിന്നുമാണ് മെലാമിനിൽ നിന്നും ഫോർമാൽഡിഹൈഡിൽ നിന്നുമാണ് ആ ഒരു പോളിമർ ഉണ്ടായത്. ഓക്കെ, യൂറിയ ഫോർമാൽഡിഹൈഡ് നമ്മൾ യൂറിയയിൽ നിന്നും ഫോർമാൽഡിഹൈഡിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്ന പോളിമർ ഉണ്ടായത്. അപ്പോൾ അതുപോലെ ഇവിടെ പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ വിനൈൽ ക്ലോറൈഡിനെ പോളിമറൈസ് നടത്തിയിട്ടാണ് പോളി എന്നുള്ളത് ടേം വരുന്നത്. അതായത് വിനൈൽ ക്ലോറൈഡിനെ പോളിമറൈസ് നടത്തിയിട്ടാണ് ആ പോളിമർ അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അഡീഷൻ പോളിമേഴ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. എന്താണത്, റിപ്പീറ്റ് അഡീഷൻ ഓഫ് മോണോമർ യൂണിറ്റ്സ് ഹാവിങ് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട്. ആ ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് എന്നുള്ള ടൈം എപ്പോഴും എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഓക്കെ, അതിനാണ് എന്തെന്ന് പറയുന്നത്, അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ ഹോമോ പോളിമേഴ്സും കോ പോളിമേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അതായത് സെയിം മോണോമർ ആണ്. ഇപ്പോൾ ഇവിടെ എത്തീൻ പോലുള്ള സെയിം മോണോമർ തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് അഡീഷൻ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതെന്താണ്, ഹോമോ പോളിമേഴ്സ് ആണ്. ഇപ്പോൾ ഇതുപോലെ സ്റ്റൈറീൻ, അതുപോലെ 1,3-ബ്യൂട്ടാടൈൻ, അങ്ങനെ രണ്ട് വ്യത്യസ്ത മോണോമർ ആണ് കമ്പൈൻ ചെയ്യുന്നതിൽ നമ്മളതിനെ കോ പോളിമേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ കോ പോളിമേഴ്സിൻ്റെ ഡെഫിനേഷനും ഹോമോ പോളിമേഴ്സിൻ്റെ ഡെഫിനേഷനും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, സോ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ പറ്റാതെ പോയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്നത്തെ ഭാഗം വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക. ശേഷം അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. ഓക്കെ.